ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് നിർത്തിയത് എവിടെയാണ്? യൂണിറ്റ് 14 ആണ്. ഈ റിസർച്ച് എന്ന് പറഞ്ഞ പേപ്പർ നമ്മൾ എല്ലാ വർഷവും പ്ലസ് ടുവിലും ഡിഗ്രിയിലും ഒക്കെ പഠിക്കുന്ന ഒരു പേപ്പറാണ്. ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ ഫൈനൽ ഇയറിൽ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ സോഷ്യോളജിയിലും പഠിച്ചിട്ടുണ്ട്, എക്കണോമിക്സിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പഠിച്ച പാഠങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സാമ്പിളിംഗ് ആണ്. സാമ്പിളിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് വാല്യൂസിനെയാണ് അല്ലെങ്കിൽ വേരിയബിളിനെയാണ് എന്ത് പറയാം? സാമ്പിൾസ് എന്ന് പറയാം. ഓക്കെ, സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചോറ് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? പാത്രത്തിലുള്ള എല്ലാ വറ്റും തിന്നോക്കൂലല്ലോ. ഒരു വറ്റ് രണ്ട് വറ്റ് തിന്ന് അല്ലെങ്കിൽ കൈകൊണ്ട് നെക്കി നോക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ചോറ് വെന്തണോ ഇല്ലേ എന്ന് മനസ്സിലാവില്ലേ? ഇതേപോലെ തന്നെ മൊത്തം പോപ്പുലേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഇതിനാണ് സാമ്പിളിംഗ് എന്ന് പറയാം. പ്രധാനമായും നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡുകളുണ്ട്. ഒന്നാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, രണ്ടാമത്തതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് പറഞ്ഞു. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളാണെന്ന് സാമ്പിൾസ് എന്ന് പറയാം. ഉദാഹരണം നമ്മൾ ചോറിന് ഉദാഹരണം പറഞ്ഞു. ചോറ് വെന്തണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ വറ്റെടുത്തിട്ട് എന്ത് ചെയ്യും? നെക്കി വെക്കും. അതേപോലെ തന്നെ ഒരു വലിയ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിലെ കുറച്ച് ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അതിനെ സാമ്പിളിംഗ് എന്ന് പറയും. അപ്പോൾ സാമ്പിളിങ്ങിൽ ഒന്നാമത്തെ സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ എത്രയുണ്ടെന്ന് കൃത്യമായി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് ടോട്ടൽ പോപ്പുലേഷൻ 10 അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ 50. ഇങ്ങനെ കൃത്യമായിട്ട് നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് പറയാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അങ്ങനെയല്ല. നമുക്ക് പോപ്പുലേഷൻ എത്ര ഉണ്ടെന്ന് കൃത്യമായി ധാരണ ഇല്ല. ഉദാഹരണം പറയാം. ഇപ്പോൾ ഡെല്ല് എന്ന പേരിലുള്ള ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാർ മലപ്പുറം ജില്ലയിലുണ്ട് നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുക്കും. ഇനി നമ്മളെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, അപ്പോൾ നമുക്ക് എത്ര കുട്ടികളുണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുക്കും. ഇതാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അതിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതിന് ഉദാഹരണമാണ് നറുക്കെടുപ്പ്. നമ്മുടെ ഒരു പാത്രത്തിൽ ഒരുപാട് പേര് എഴുതിയിട്ട് അതിൽ നിന്നൊന്ന് ലോട്ട് എടുക്കുക എന്ന പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. പിന്നെ അടുത്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ബേസ്ഡ് സെലക്ഷൻ. ഇപ്പോൾ nth ഐറ്റം. ഓക്കെ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു 100 പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് n ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുക, 10 എന്ന് എടുക്കുക. n = 10. അപ്പോൾ ഓരോ 10 ആൾക്കാർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആളെ സെലക്ട് ചെയ്യുക. 10, 20, 30, 40. അപ്പോൾ ഒരു സിസ്റ്റം ബേസ്ഡ് സെലക്ഷനാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താ, നമ്മൾ മലപ്പുറം ജില്ലയിലെ മൊത്തം ഡിഗ്രി PGക്ക് പഠിക്കുന്ന കുട്ടികളെ ലിസ്റ്റ് എടുക്കും. നമ്പർ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യും. n വാല്യൂ സെലക്ട് ചെയ്യും. n ഉദാഹരണമായിട്ട് ഇപ്പോൾ n നമുക്ക് ലോട്ട് എടുക്കാം. ഒരു 5 എന്ന് എടുത്തു n. അപ്പോൾ ആദ്യത്തെ ആളെടുക്കും, പിന്നെ 5ാമത്തെ ആളെടുക്കും, പിന്നെ 10ാമത്തെ ആളെടുക്കും, 15ാമത്തെ ആളെടുക്കും, അങ്ങനെ എടുക്കാം. അതിനാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയാം. പിന്നെ അടുത്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത ഗ്രൂപ്പായിട്ട് വേർതിരിച്ചിട്ട് അതിൽ ഈക്വലായിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് മെയിൽ, ഫീമെയിൽ, അങ്ങനെ 2 ഗ്രൂപ്പുണ്ട്. 2 സ്ട്രാറ്റകളുണ്ട്. ഈ സ്ട്രാറ്റകളിൽ നിന്ന് എന്ത് ചെയ്യും? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വഴി സെലക്ട് ചെയ്യാം. ഇപ്പോൾ മെയിലിൽ നിന്ന് 10 ആൾക്കാരെ നറുക്കെട്ടെടുക്കുക, ഈക്വലായിട്ട് ഫീമെയിലിൽ നിന്നും 10 ആൾക്കാരെ നറുക്കെട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് 2 ഗ്രൂപ്പിൽ നിന്നും കൃത്യമായിട്ട് കിട്ടാൻ ഇത് ഉപകരിക്കും. പിന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരുപാട് ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മൾ എന്താണ്, നമ്മളെ കോളേജിൽ ഒരു
ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഇയേഴ്സ് ഉണ്ട്, തേർഡ് ഇയേഴ്സ് ഉണ്ട്, PG ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ 5 ക്ലാസ്സുകളായില്ലേ. ഇത് 5 ക്ലസ്റ്ററാക്കി മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു 2 ക്ലസ്റ്ററിനെ 2 ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ബേസ്ഡ് സെലക്ട് ചെയ്യാം. PG ഫസ്റ്റ് ഇയേഴ്സിനെയും UG ഫസ്റ്റ് ഇയേഴ്സിനെയും സെലക്ട് ചെയ്തെടുക്കുക. അതെന്താണ്, ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഇനി നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിന് ഉദാഹരണമാണ് ടൈപ്സ് ഓഫ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ ഒന്നാണെന്ത്, കൺവീനിയൻസ് സാമ്പിളിംഗ്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സൗകര്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആളെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അവരെ പഠിക്കാൻ സുഖമാണ്, അപ്പോൾ ഞാൻ അവരെ തിരഞ്ഞെടുത്തു. അത് കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. പിന്നെ കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മെയിലിലും ഫീമെയിലിൽ ഞാൻ എന്ത് ചെയ്യും, ആദ്യം കുറച്ച് കോട്ട തീരുമാനിക്കും. 5 മെയിലെ തിരഞ്ഞെടുക്കും, 5 ഫീമെയിലെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഈ കോട്ടയുടെ ബേസിൽ എനിക്ക് എന്ത് ചെയ്യാം, കൺവീനിയൻസ് അനുസരിച്ച് ആളുകളെ തിരഞ്ഞെടുക്കാം. പിന്നെ അടുത്തതാണത് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, ആദ്യം ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. ഇയാളിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടിയതിനു ശേഷം ഇയാളിൽ നിന്ന് കുറേ ആൾക്കാരെ സെലക്ട് ചെയ്യും. ഇവരിൽ നിന്ന് പിന്നെയും ഇൻഫോർമേഷൻ കിട്ടിയതിനനുസരിച്ച് അടുത്ത ആളെ സെലക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ശൃംഖലയായിട്ട് സെലക്ട് ചെയ്ത് പോകുന്നതിനാണ് എന്താ പറയാം, സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയാം. ഈ സാമ്പിൾ സൈസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ശേഖരിച്ച വിവരത്തിൻ്റെ ആക്യുറസി എന്ത് ചെയ്യും, കൂടി വരുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി അടുത്തത് പഠിക്കാനുള്ളത് മാത്സ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ വരുന്നതാണ് മീൻ മീഡിയം മോഡൊക്കെ. ഇതിൽ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് ആണ്. ഉദാഹരണം പറയാം, ആവറേജ് കണ്ടെത്തണമെങ്കിൽ മീൻ കണ്ടെത്തുക എന്ന് പറയാം. ഉദാഹരണം ഒരു കണക്ക് പറയാം, 1 3 2 5 ഇത് എത്ര, ഇതിൻ്റെ മീൻ കണ്ടെത്തുക. മീനിൻ്റെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ, സിഗ്മ x/n. മീൻ ഇങ്ങനെ പറയാം, ഈ x എന്ന് പറഞ്ഞാൽ എത്രയാ, ഇതൊക്കെ ഓരോ എക്സുകളാണ്. അപ്പോൾ 3 2 3 4 5 3 2 5 10 11. അപ്പോൾ x ബാർ പറഞ്ഞാൽ 11 നിങ്ങൾക്ക് അറിയുണ്ടാവും. 11 n പറഞ്ഞാൽ നമ്പറാണ്. ഇത് എത്ര ഉണ്ട്, 1 2 3 4, 11 ആയിരിക്കണം 4. അപ്പോൾ ഇതിന് കിട്ടുന്ന ആൻസർ ആണത്, നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ എത്ര 2 പോയിന്റ് സംതിങ് വരും. അപ്പോൾ ഇതാണ് ആവറേജ് കണ്ടെത്തുക എന്നർത്ഥം. അല്ലെങ്കിൽ നമുക്ക് വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിക്കാം. ഒരു 3 2 1 എടുക്കാം. അപ്പോൾ 3 3 6 ഇതിൻ്റെ ടോട്ടൽ അല്ലേ. 6 ആയിരിക്കണം 1 2 3 3 നമ്പർ എണ്ണാണ് 3. അപ്പോൾ എത്ര 2. ഇതാണ് ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, 3-4 ഇക്വേഷൻസ് ഉണ്ട്. അത് ഓരോ ഇക്വേഷൻസും പറഞ്ഞാൽ നിൽക്കുന്ന സമയം കുറേ എടുക്കും. ഒന്നാണ് സിഗ്മ x/n, അടുത്ത ഇക്വേഷനാണ് സിഗ്മ fx/n, അടുത്ത ഇക്വേഷനാണ് സിഗ്മ fm/n. ഇതൊക്കെ മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻസ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. കണക്ക് പൊതുവേ ക്വസ്റ്റ്യന് കുറവായിരിക്കും, തിയറി ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എങ്കിലും നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം അവിടെ എന്ത് ചെയ്യും, പോവും. അപ്പോൾ ഒരു ആവറേജ്, സാധാരണ സിമ്പിൾ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആവറേജ് കണ്ടാൽ മതി. പിന്നെ മീഡിയൻ കണ്ടെത്താനുള്ള, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂവിനാണ് മീഡിയൻ എന്ന് പറയാം. മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ 1 3 4 2 5 ഇങ്ങനെ ഇതിൽ മീഡിയൻ കണ്ടെത്താൻ പറഞ്ഞാൽ ഇതിനാദ്യം നമ്മൾ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. അപ്പോൾ ആദ്യത്തെ സംഖ്യ 1 ആണ്, പിന്നെ അത് കഴിഞ്ഞാൽ എത്ര 2 എഴുതി, പിന്നെ 3, പിന്നെയുള്ള സംഖ്യ 4, പിന്നെ 5. മീഡിയൻ കാണുമ്പോൾ ഇതിൻ്റെ നടുവത്തെ സംഖ്യ എടുക്കാം, അതിനാണ് മീഡിയൻ എന്ന് പറയാം. ഇത് ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇരട്ട സംഖ്യയാണെന്ന് കരുതാം. ഇപ്പോൾ ഇവിടെ ഒരു സംഖ്യയും കൂടി ഉണ്ട് 6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, 6 കൂടെ വരും. അപ്പോൾ ഇതിന് നടുവിലെ സംഖ്യ 2 ആയിരിക്കും അല്ലേ. 3 + 3 4 ആയിരിക്കും. അപ്പം നമ്മൾ ചെയ്യാം 3 + 4/2. 4 3 എത്രയാ 7/2. അപ്പോൾ 3.5 ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും n പ്ലസ് എന്താണ് nth ഐറ്റം, n+1/2th ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് +2 നമ്മൾ പഠിച്ചതാണ്. അതാണ് മീഡിയൻ. മോഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന സംഖ്യയാണ് മോഡ് എന്ന് പറഞ്ഞാൽ.
ഇപ്പോൾ ഉദാഹരണം പറയാം 1, 3, 5, 1, 3, 2, 3. ഇതിൽ നോക്കുക, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് 3ആണ്. 1, 2, 3. ഒരു മോഡ് 3ആണ്. പിന്നെ 2, 1 ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്നത്. അപ്പോൾ 2 മോഡുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന സംഖ്യയാണ് മോഡായിട്ട് തിരഞ്ഞെടുക്കുക. ഇത് ചെറിയ ഇക്വേഷനാണ്. ഇതിന് വലിയ വലിയ ഇക്വേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ചെറിയ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ഇതിലിപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് മീനും മീഡിയം മോഡുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പഠിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷന്, വേരിയേഷൻ റേഞ്ച്, ഇതൊക്കെ ഓരോ ഇക്വേഷൻസ് ആണ് വരുന്നത്. ഇതിന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷന് നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സുള്ള ഇത് പരമാവധി എളുപ്പമാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. എളുപ്പമില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ തിയറി ഭാഗങ്ങൾ എഴുതുക. ഇത് പറഞ്ഞു തരാനുള്ള സമയം നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഈ യൂണിറ്റ് 70 നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. സിമ്പിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് സ്കോർ. രണ്ട് ഹയസ്റ്റ് സ്കോറും ലോവസ്റ്റ് സ്കോറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാരിയൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് സ്ക്വയർഡ് ഡിഫറൻസ് ഓഫ് ദ മീൻ. ഇതും അതിൽ വരുന്നതാണ്. മീനിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്, വേരിയൻസ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അതൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാനുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, പിന്നെ എന്താണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷന്, അങ്ങനെ 1-2 തിയറികളൊക്കെ ഉണ്ടായില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. പിന്നെ അടുത്തതും ഇതേപോലെ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇതുള്ള വരുന്നതാണ്. അതിൽ ഹൈപ്പോത്തിസിസ്, അതൊക്കെ നമ്മൾ മറ്റേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ കണ്ടിട്ടില്ലേ, ഒരു ബുക്ക് ഉണ്ട്. അതിൽ വാല്യൂസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എഴുതുന്ന തിയറിയാണ്, കണക്കാണിത്. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ആവശ്യമാണ്. ഇതൊക്കെ ആവശ്യമാണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും, ഒരു സാങ്കല്പികമായിട്ടുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യും, മുൻകൂട്ടി കണ്ടെത്തും. അതിനാണ് ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഈ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യും. അതിന് വരുന്ന വാല്യൂസ് ഇപ്പോൾ സിഗ്നിഫിക്കൻസ് ലെവലൊക്കെ കിട്ടണമെങ്കിൽ, ആ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളൊക്കെ ആവശ്യമാണ്. അതിൽ എന്താണ്, 2 തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ഉണ്ട് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് നൾ ഹൈപ്പോത്തിസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസുമാണ്. ഹൈപ്പോത്തിസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും. നെഗറ്റീവ് എഫക്റ്റും പോസിറ്റീവ് എഫക്റ്റും ആയിരിക്കും. ഇതിനുള്ള ചോദ്യം ഒരു കുറവായിരിക്കും. പിന്നെ ഇതിന് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളൊക്കെ കൊണ്ടുകൊണ്ട് വരും. അതുകൊണ്ട് എക്സാമിന് ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതാവും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും. പിന്നെ ഇത് പഠിക്കുന്നത് രസകരമായ ടോപ്പിക് തന്നെയാണ്. ഇതിലിപ്പോൾ ഈ സ്കൈ സ്ക്വയർ ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെസ്റ്റുകളുണ്ട്. ഇതിന് ഓരോ ടെസ്റ്റിനും 1 മണിക്കൂറോരം നമുക്ക് എന്ത് ചെയ്യും, സമയം പിടിക്കും. ആദ്യം ഒരു പ്രോബ്ലം തരുന്നു, അതിന് സൊല്യൂഷൻ കാണുന്നു, അടുത്ത പ്രോബ്ലം വരുന്നു, 2-3 പ്രോബ്ലംസ് ഒക്കെ ചെയ്താലേ ഇത് തറവാവുള്ളൂ. അപ്പോൾ അത് തൽക്കാലത്തേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. പിന്നെ കോറിലേഷനും റിഗ്രഷനും, ഇതും ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകളാണ്. നമുക്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്, കുറേ തിയറികളുണ്ട്. അതിനൊക്കെ വലിയ വലിയ ഇക്വേഷൻസും ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിഗ്രിക്ക് ഇതൊന്നും പഠിക്കാനില്ല എന്നാണ് എൻ്റെ ഓർമ്മ. PGക്ക് ഇതുണ്ട്, പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സ്കിപ്പ് ചെയ്യുന്നതാവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമുക്ക് സർവേ മെത്തേഡാണ്. സർവേ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് നമുക്കറിയാം. അത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. സർവേയിലൂടെ ഒരുപാട് പോപ്പുലേഷൻസ്, ഒരുപാട് ജനങ്ങളിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് എന്ത് പറയാം, സർവേ എന്ന് പറയാം. ഇപ്പം നമ്മൾ ഓരോ വീട്ടിൽ ചെന്ന് ഓരോ ആളുകളെ കണ്ടിട്ട് ചോദ്യാവലിയിലൂടെയും ഇൻ്റർവ്യൂവിലൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണെന്ത് ഇതിൽ ചെയ്യുന്നത്. ഇതിൽ എസ്പെഷ്യലി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യനെയറും ഇൻ്റർവ്യൂ ആണ്. ഈ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനെയർ തന്നെ എന്തുണ്ട്, ഇമെയിൽ ക്വസ്റ്റ്യനെയർ ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ക്വസ്റ്റ്യനെയർസ് ഉണ്ട്.
ഇൻ്റർവ്യൂ ആണ്, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ട്, ടെലിഫോൺ ഇൻ്റർവ്യൂ ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്യും, ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ്, ഒരു കമ്പയർ ചെയ്യാനും റിലയബിൾ ആയ ഒരു സോഴ്സാണ്. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടില്ല, അതുപോലെ റെസ്പോൺസ് റേറ്റ് കുറവായിരിക്കും, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് അതിലുണ്ട്. പിന്നെ സർവേ ഡിസൈൻ. സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. സർവേ ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയിട്ട് നമുക്ക് സർവേ ചെയ്യാൻ പറ്റില്ല, അതിനൊരു ഡിസൈൻ വേണം അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലാനിങ് ഉണ്ടാവും, ആ പ്ലാനിങ് ആണ് ഇത് പറയാം സർവേ ഡിസൈൻ എന്ന് പറയാം. പല തരത്തിലുള്ള സർവേകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് ക്രോസ് സെക്ഷണൽ സർവേ. ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു സമയത്തിന് ഒന്നിലധികം ആളുകളെ പഠിക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ PG വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളേജിലെ 10 കുട്ടികളെ പഠിച്ചു. അപ്പോൾ അതിനെന്താ ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയും. ഒരേ സമയത്ത് 10 കുട്ടികളെ പഠിച്ചു, അതിനാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയാം. ഇനി ലോങ്ങിറ്റ്യൂഡിനൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരാളെ തന്നെ 10 സമയങ്ങളിലായിട്ട് പഠിച്ചു. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ നമ്മൾ പഠിക്കുകയാണ്, ഗവേഷണം ചെയ്യാണ്, ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാണ്. അയാളെ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് പഠിച്ചു, പിന്നെ ഒരു മാസം കഴിഞ്ഞ് പഠിച്ചു, പിന്നെ ഒരു മാസം കഴിഞ്ഞ് പഠിച്ചു, അങ്ങനെ 10 മാസം ഇടവിട്ട് ഒരാളെ തന്നെ പഠിക്കുകയാണെങ്കിൽ എന്ത് പറയും, ലോങ്ങിറ്റ്യൂഡിനൽ ഡിസൈൻ അല്ലെങ്കിൽ സർവേ ഡിസൈൻ എന്ന് പറയും. ക്രോസ് സെക്ഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആളുകളെ ഒരേ സമയത്ത് പഠിക്കാം. വ്യത്യസ്ത ആളുകളെ ഒരേ സമയത്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഒരാളെ തന്നെ വ്യത്യസ്ത ടൈം പീരീഡിൽ പഠിക്കുന്ന സമയത്ത് വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടും, പക്ഷെ സമയം ഒരുപാട് പിടിക്കും. ഇതൊക്കെയാണെന്ത് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു എന്താണ് ടെഡ് സ്റ്റഡി, അത് നമ്മൾ ഇതിൽ വരുന്ന ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡിയിൽ വരുന്നതാണ്. എന്താണ് ഒരു പോപ്പുലേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈം പീരീഡിലാണ് നമ്മൾ പഠിക്കുക. നേരത്തെ പറഞ്ഞു ഒരാളെ ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ പഠിക്കും, മൾട്ടിപ്പിൾ ടൈംസിൽ പഠിക്കും. ഇതൊക്കെയാണ് സർവേ ഡിസൈനിൽ വരുന്നത്. അടുത്ത സർവേ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ സർവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനെയർ ആണ് ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവേ ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് അറിയാവുന്നതാണ്. ചോദ്യാവലി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഘട്ടമായിട്ട് വിവിധ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്തിലുണ്ടാവും, ചോദ്യാവലിയിൽ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ഉണ്ട്, ഇല്ല, പറയാൻ താല്പര്യമില്ല. അതും ഒരു സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ ആണ്. അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഉത്തരം ഓപ്ഷനായിട്ട് ഉണ്ടാവില്ല, നമുക്ക് എഴുതാനായിരിക്കും ഉണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഇതൊക്കെയാണെന്ത് ഇതിൽ വരുന്നത്. പിന്നെ സെമി സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊന്നുണ്ട്. അതിലെന്ത് ചെയ്യും, രണ്ടും വരും, സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സെമി സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. പിന്നെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് റിലയബിലിറ്റിയും വാലിഡിറ്റിയും ശ്രദ്ധിക്കണം. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ ഉത്തരം കിട്ടണമെങ്കിൽ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കി, ഇപ്പോൾ ഞാനിത് നോക്കി 50 ആണ് വെയിറ്റ്. പിന്നെ ഒന്നുകൂടി നോക്കി ഒരു മെഷീനിലെ വെയിറ്റ്, അപ്പോൾ 50 തന്നെയാണ്. പിന്നെ അതേ മെഷീനിൽ വീണ്ടും നോക്കി, അപ്പോഴും 50. ഒരു 3-4 വട്ടം മെഷീനിൽ വെയിറ്റ് നോക്കിയപ്പോഴും 50 ആണ്. അപ്പോൾ റിലയബിൾ ആണ്. സെയിം ഒരേ കൺസിസ്റ്റൻസി ഉണ്ട്, ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ റിലയബിൾ ആയാൽ ശരിക്കും അത് ഇതിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആവണമെന്നില്ല. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ആക്യുറസിയാണ്. ഞാൻ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആക്യുറേറ്റ് ആണ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 73 ആണ്, 73 കിലോ ആണ്. അപ്പോൾ ഞാൻ തൂക്കുന്ന സമയത്ത് 73 തന്നെ കിട്ടണമെന്ന് വെച്ചാൽ അത് ആക്യുറസിയാണ്. അല്ലെങ്കിൽ വേറെ ഏത് വാല്യൂ എത്ര പ്രാവശ്യം ആവർത്തിച്ച് കിട്ടിയാലും അതെന്തല്ല, ആക്യുറസി അല്ല, റിലയബിൾ ആണെങ്കിലും റിലയബിളും ആക്യുറേറ്റുമാണ് ഓരോ വിവരങ്ങളും എന്ന് പറയുന്നുണ്ട് ഡാറ്റ കളക്ഷൻ്റെ സമയത്ത്. പിന്നെ ഡാറ്റ എക്സിക്യൂഷൻ, ഡാറ്റ അനാലിസിസ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അല്ലേ. എക്സിക്യൂട്ടിങ് സർവേ ആദ്യ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരെ പെർമിഷൻ വാങ്ങണം അല്ലേ. ഒരു ഡാറ്റ ഉദാഹരണമായിട്ട് ഒരു ആദിവാസികളിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റോ അവിടുത്തെ മൂപ്പനോ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പെർമിഷൻ വാങ്ങേണ്ടി വരും.
എന്നിട്ട് അവരുമായിട്ട് നമ്മൾ എന്ത് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും, ഇൻ്റർവ്യൂ എടുക്കേണ്ടി വരും, ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും, അവരുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യേണ്ടി വരും. ഡാറ്റ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? സർവേ എക്സിക്യൂഷനിൽ വരുന്നതാണ്. പിന്നെ അനാലിസിസ്, ഡാറ്റ എക്സിക്യൂട്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യേണ്ടി വരും, അത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളിലുള്ള എറേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് നമ്മൾ ചില വിവരങ്ങൾ നമ്പേഴ്സ് ഇട്ട് തരംതിരിക്കേണ്ടി വരും, നമ്പേഴ്സ്, വാല്യൂസ് ഇതൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ ടാബുലേഷൻ, ഈ വിവരങ്ങളെ ടേബിൾസ് ആയിട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ഗ്രാഫുകളായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ഡാറ്റ അനാലിസിസിൽ വരുന്നതാണ്. ഇത്തരം സമയത്ത് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത്, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എത്തിക്കൽ കൺസേൺസ് ഉണ്ടായിരിക്കും. നമ്മൾ ഇൻഫോംഡ് കൺസെൻറ്റ് എടുക്കണം. അതുപോലെ തന്നെ ഇവരുടെ പ്രൈവസി എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്? പുറത്തു വിടരുത്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ പെർമിഷൻ എടുക്കാതെ ഒരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പറയാൻ പാടില്ല എന്നൊക്കെ ഇതിലുള്ള എത്തിക്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്താണ് ഫീൽഡ് റിസർച്ച്. ഫീൽഡ് റിസർച്ച് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഫീൽഡ് റിസർച്ച് എന്ന് പറയും. പിന്നെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നും പറയും. നേരിട്ട് പോയിട്ട് വിവരങ്ങൾ ശേഖരിക്കാം. എത്തനോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊസൈറ്റിയുടെ കൾച്ചറൽ ഡാറ്റ വിശദമായി പഠിക്കുന്നതിനാണ് എന്ത് പറയാം? എത്തനോഗ്രഫി എന്ന് പറയാം. എത്തനോഗ്രഫി പഠിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു നിശ്ചിത കാലം നമ്മൾ എന്ത് ചെയ്യാണ്? താമസിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മൾ അവരിൽ ഒരാളായി അവരുടെ ഭക്ഷണം കഴിച്ച്, ഓരോ രീതിയിൽ വസ്ത്രം ധരിച്ച്, അവരുടെ ഭാഷ സംസാരിച്ച്, അതുപോലെ തന്നെ നമ്മൾ അവരെ കൂടെ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇതിലെന്ത് ചെയ്യുന്നു? നമുക്ക് അവരുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് നമുക്ക് ശേഖരിക്കാൻ പറ്റും. ഇതിലൂടെ നമുക്ക് വ്യക്തമായ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും? കിട്ടും. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. പല രീതിയിൽ നമ്മൾ ഈ വിവരങ്ങൾ ശേഖരിക്കും. അതിൽ ഒന്നാണ് ജെനോളജി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ജെനോളജി വരക്കും. ഇപ്പോൾ ഉദാഹരണം മദർ, ഫാദർ, രണ്ട് ആൺകുട്ടികൾ, ഈ ആൺകുട്ടികൾക്ക് ഒരു കുട്ടി, നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ വരക്കും. ഇതിനെന്താ പറയുക? ജെനോളജി എന്ന് പറയും. പിന്നെ നമ്മൾ ഡാറ്റ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ശേഖരിക്കുന്ന രീതിയാണ്. പിന്നെ ഇൻ്റർവ്യൂവിലെ വിവരങ്ങൾ ശേഖരിക്കും. സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ പറഞ്ഞു. പിന്നെ കേസ് സ്റ്റഡി, ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് വ്യക്തിയെക്കുറിച്ചോ ഇവൻറ്റിനെ കുറിച്ചോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ ആഴത്തിൽ പഠിക്കുന്നതിനാണ് എന്താ പറയുക? കേസ് സ്റ്റഡി എന്ന് പറയാം. ലൈഫ് ഹിസ്റ്ററി, ഓറൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കുക. അതായത് ഈ കാലത്ത് എക്സ്പീരിയൻസ്ഡ് ആയ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഭോപ്പാൽ ദുരന്തം നടന്ന് 1984 3 അപ്പോൾ അന്ന് ജീവിച്ച ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പോൾ ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവരെ ഹിസ്റ്ററി എടുക്കും. അങ്ങനെ ഒരു 100 വർഷത്തിന് ഇങ്ങോട്ട് ഉള്ള ചരിത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് ഹിസ്റ്ററി ഒക്കെ യൂസ് ചെയ്യുന്നത്, ഓറൽ ഹിസ്റ്ററി ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് ട്രാങ്കുലേഷനും ഓൾറെഡി നമുക്ക് പറഞ്ഞതാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റൻസിയാണ്. ഒരേ വാല്യൂ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് റിലയബിൾ ആണ്. റിസർച്ച് ചെയ്യുന്ന സമയത്ത് റിലയബിലിറ്റിയും വാലിഡിറ്റിയും ശരിക്കും ശ്രദ്ധിക്കണം. റിലയബിളും ആയിരിക്കണം, വാലിഡും ആയിരിക്കണം. റിലയബിൾ ആണെന്ന് കരുതി ഒരിക്കലും എന്ത് ചെയ്യാവില്ല? വാലിഡ് ആവണമെന്നില്ല. ഉദാഹരണമായിട്ട് എൻ്റെ വെയിറ്റ് 70 കിലോ ആണ്. പക്ഷേ ഞാനൊരു മെഷീനിൽ തൂക്കുമ്പോൾ എത്ര പ്രാവശ്യം തൂക്കിയാലും 50 കിട്ടുന്നത്. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആണ്, ആവർത്തിച്ച സെയിം വാല്യൂ തന്നെ ആവർത്തിക്കുന്നത്. അപ്പോൾ റിലയബിൾ ആണ്. പക്ഷെ എന്തല്ല? വാലിഡ് അല്ല. ഉത്തരം തെറ്റാണ്. വാലിഡ് ആണെങ്കിൽ എന്താണ്? നമ്മൾ ട്രൂ വാല്യൂ തന്നെ വേണം. യഥാർത്ഥത്തിൽ എന്താണോ എനിക്ക് കിട്ടേണ്ടത് ആ വാല്യൂ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? വാലിഡ് ആണ്. ഇതിനു വേണ്ടി റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രയാങ്കുലേഷൻ. ഒന്നിലധികം റിസർച്ച് മെത്തേഡ്സ് എന്ത് ചെയ്യും? റിസർച്ചേഴ്സ് യൂസ് ചെയ്യും. ഇപ്പോൾ ചോദ്യാവലി, ഇൻ്റർവ്യൂ, അങ്ങനെ ഒരുപാട് ഒബ്സർവേഷൻ മെത്തേഡ്, അങ്ങനെ വ്യത്യസ്ത മെത്തേഡുകളോടെ വിവരം ശേഖരിക്കുകയും ഇത് പരസ്പരം കമ്പയർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ എറേഴ്സ് ഇല്ലാതാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു. പിന്നെ അടുത്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഫോർമേഷൻ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുക. ഗുണവിവരങ്ങൾ, കാഴ്ചപ്പാട്, വീക്ഷണം, പേഴ്സ്പെക്റ്റീവ്, ഇതൊക്കെ എന്ത് ചെയ്യുക? ഇതൊക്കെ വരുന്നതാണെന്ത്? ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ.
ഇത്തരം വിവരങ്ങൾ നമ്മൾ പല രീതിയിൽ, ഉദാഹരണം കേസ് സ്റ്റഡി ക്വാളിറ്റേറ്റീവ് ഡാറ്റ കണ്ടക്ട് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. പിന്നെ വരുന്ന വേറെ ഒന്ന് മെത്തേഡാണ് ഇപ്പോൾ എന്താണ് സിമുലേഷൻ. അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്. പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡ്സിലൊക്കെ എന്ത് ചെയ്യും, ക്വാളിറ്റേറ്റീവ് ഡാറ്റ കണക്ട് ചെയ്യും. ഈ ഡാറ്റ എങ്ങനെയാണ് ഏത് തിയറിയുമായിട്ട് കണക്ട് ചെയ്തതാണെന്ന് നമ്മൾ നോക്കണം. അതിന് ഓപ്പൺ കോഡിങ്, അതിനെന്ത് ചെയ്യുക, ഡാറ്റ അതിന് ഓരോ നമ്പേഴ്സും കൺസെപ്റ്റും കൊടുക്കണം. ഇതിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം, പരസ്പരം നമ്മൾ ശേഖരിച്ച വിവരങ്ങൾ തമ്മിൽ കാറ്റഗറി ആയിട്ട് വേർതിരിക്കുകയും അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുകയും ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കോർ കാറ്റഗറി തിരഞ്ഞെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് കൃത്യമായിട്ട് ശേഖരിക്കുകയും വേണം. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ലഹരി ഉപയോഗിച്ച ആളുകളുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൂടെ അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യണം. ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ 2 കാറ്റഗറി ആയിട്ട് വേർതിരിക്കണം. ലഹരി ഉപയോഗിച്ച ആൾ, ഉപയോഗിക്കാത്ത ആൾ. എന്നിട്ട് അവരുടെ ഓരോ ബിഹേവിയറും ഓരോ സാഹചര്യത്തിലും ലഹരി കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്തുള്ള ബിഹേവിയർ എങ്ങനെ, കുറഞ്ഞ സമയത്തുള്ള ബിഹേവിയർ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകൾ വിശദീകരിക്കുക. എന്നിട്ട് കോർ കാറ്റഗറി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് റൈറ്റിംഗ് അപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രം പോരല്ലേ, അത് നമ്മൾ എഴുതണം. റിസർച്ച് റിപ്പോർട്ട്, മെയിനായിട്ട് റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് റിപ്പോർട്ട് മാത്രമല്ല ശരിക്കും റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. 2 തരത്തിലുള്ള റിപ്പോർട്ടുണ്ട്. ഒന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തുള്ള റിപ്പോർട്ടുണ്ട്, റിസർച്ച് റിപ്പോർട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തുള്ള റിപ്പോർട്ടുകളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 2 കൺസെപ്റ്റ് പറയുന്നത് റൈറ്റ് ഡൗൺ, റൈറ്റ് അപ്പ്. റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ തന്നെ എന്ത് ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന റൈറ്റ് ഡൗൺ എന്നാണ് പറയാം. റൈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ഫിനിഷ്ഡ് ടെക്സ്റ്റ് റിസർച്ച് കഴിഞ്ഞതിന് ശേഷം എഴുതുന്നതിനാണ് റൈറ്റ് അപ്പ് എന്ന് എഴുതാം. ഓക്കെ, റൈറ്റ് ഡൗൺ സ്പോട്ടിൽ എഴുതുന്നതാണ്, റൈറ്റ് അപ്പ് പിന്നീട് എഴുതണം. പിന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശേഖരിക്കാൻ പറ്റും. ഫീൽഡിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. ഇത് തന്നെ പലതരത്തിലുള്ള എഴുത്തുകളുണ്ട്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ട്, പിന്നെ സെക്കൻഡ് ഡ്രാഫ്റ്റ് ഉണ്ട്, ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോ ഡ്രാഫ്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ എഡിറ്റ് ചെയ്താണ് എഴുതുന്നത്. പിന്നെ റൈറ്റിംഗ് സ്റ്റൈല് നമ്മളുടേതായ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റിനെ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള റിസർച്ച് മെത്തേഡുകളുണ്ട്, ഇൻ്റർനെറ്റ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ജേർണൽസ് ഉണ്ട്, ലൈബ്രറീസ് ഉണ്ട്, ഡാറ്റാബേസ് ഉണ്ട്, ഗേറ്റ്വേസ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യാം. AND അതുപോലെ ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇമെയിൽ, അതുപോലെ വേർഡ് പ്രൊസസ്സർ, ഇതിപ്പോൾ എക്സൽ, വേർഡ്, പവർ പോയിന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു സോഫ്റ്റ്വെയർ ആണ്, SPSS, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. ഇത് ഡാറ്റ അനാലിസിസിന് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇതിൽ നമ്മൾ ഡാറ്റ കൊടുക്കുന്നു. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഫ്രീക്വൻസി, മീൻ, മീഡിയം, മൂഡൊക്കെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്ത് തരുന്നു. അതുമായി ബന്ധപ്പെട്ട കോറിലേഷൻ, റിഗ്രഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യും, ഈ സോഫ്റ്റ്വെയർ തന്നെ പറഞ്ഞുതരും. അത് എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങളൊക്കെയാണ് പറയുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാൽക്കുലേഷനിൽ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, SPSS യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, റിപ്പോർട്ട് റൈറ്റിങ്ങും ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൈ ചാർട്ടുകളും ബാർ ഗ്രാഫുകളും ഉണ്ടാക്കാം. ഇതിൻ്റെ വെച്ചിട്ട് നമ്മൾ ചാർട്ടുകൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻഫോർമേഷൻസ് എഡിറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, വേർഡ് പ്രോസസ്സിലേക്കോ എക്സലിലേക്കോ പവർ പോയിന്റിലേക്കോ എന്ത് ചെയ്യും, മാറ്റി എഴുതാം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് വിശദീകരിക്കാനില്ല. ഞാൻ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ നോട്ടിൽ നോക്കിയാൽ മതി അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ. പിന്നെ അടുത്ത് ടാബുലേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെയാണ്. ഇത് നമുക്കറിയാം, നമ്മൾ ശേഖരിച്ച വിവരങ്ങൾ എന്ത് ചെയ്യണം,
ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻഫർമേഷൻസ് പല കാറ്റഗറികളായിട്ട് ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. എന്നതിനാണ് എന്താ പറയുക, ടാബുലേഷൻ എന്ന് പറയാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, പലതരത്തിലുള്ള ഗ്രാഫുകൾ വരയ്ക്കാം. ഇതൊക്കെ നമ്മൾ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്ത് വരയ്ക്കുന്നത്. പലതരത്തിലുള്ള ഗ്രാഫുകളുണ്ട്, ടേബിളുകളുണ്ട്, ഹിസ്റ്റോഗ്രാം, ബാർ ഡയഗ്രാം, പിന്നെ അതുപോലെ എന്താണ് പൈ ഡയഗ്രാം, ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രാഫുകളും ടേബിളുകളും ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. പിന്നെ ഇതൊക്കെയാണ് അതിൽ പിന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷന്, ലിറ്ററേച്ചർ റിവ്യൂ, ഈ മെത്തേഡ്സ്, ഫൈൻഡിങ്സ്, ഇതെല്ലാം ഇതിൽ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ്, പ്രൊജക്റ്റ് അസൈൻമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ്. അതിൽ മെയിനായിട്ടും പല സ്റ്റേജുകളുണ്ട്. പ്രൊജക്റ്റ് അസൈൻമെൻറ്റിൻ്റെ 3 സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തത് പ്ലാനിങ് ആണ്. അത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നമ്മൾ എഴുതുന്ന സമയത്ത് വ്യക്തമായ പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മൾ റിസർച്ച് റിപ്പോർട്ട് ചെയ്താണ്. ഏറ്റവും അവസാനം ചെയ്യുന്നതാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഈ റിസർച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വ്യക്തമായ പ്ലാനിങ് വേണം. ടോപ്പിക് സെലക്ട് ചെയ്യണം, റിസർച്ച് പ്രപ്പോസൽ ഉണ്ടാക്കണം, കൗൺസിലറിൻ്റെ സൈൻ വാങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, റിസർച്ച് റിപ്പോർട്ട്. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി, ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യണം, റിപ്പോർട്ട് റൈറ്റിങ്ങിൽ വേർഡ്സിൻ്റെ എണ്ണം, ഇതൊക്കെ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ഉണ്ടായിരിക്കും. ഇൻട്രൊഡക്ഷന്, മെത്തേഡ്സ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, അതിൽ ഉൾക്കൊള്ളിക്കണം. പിന്നെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്, ആ ലക്ഷ്യം എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അതിൽ ഉൾക്കൊള്ളിക്കണം എന്നതൊക്കെയാണ് യൂണിറ്റ് 33 പറയുന്നത്. ഇതോടുകൂടി നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം.